ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി 20 പെരുന്നാൾ വിജയപ്രദമാക്കുവാൻ വിവിധ സർക്കാർ വകുപ്പുകൾ കൈകോർത്ത് സംയുക്തമായ കമ്മിറ്റിക്ക് രൂപം നൽകി. സംസ്ഥാന സർക്കാരിന്റെ 10 വിവിധ വകുപ്പുകളുടെ സംയുക്ത കമ്മിറ്റിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഒക്ടോബർ 2, 3 തീയതികളിൽ കോതമംഗലം പട്ടണത്തെ ഉത്സവ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി 20 പെരുന്നാൾ വിജയമാക്കാൻ വിവിധ സർക്കാർ വകുപ്പുകൾ കൈകോർക്കും. മഹാപരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവയുടെ കബറടം സ്ഥിതി ചെയ്യുന്ന ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമ ചെറിയ പള്ളിയിൽ 339ാമത് കോതമംഗലം തീർത്ഥാടനത്തിന്റെ വിജയത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ 10 വകുപ്പുകളുടെ സംയുക്ത കമ്മിറ്റിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. കന്നി 20 പെരുന്നാളിന്റെ പ്രധാന ദിവസങ്ങളായ ഒക്ടോബർ 2, 3 തീയതികളിൽ സംസ്ഥാന സർക്കാർ കോതമംഗലം പട്ടണത്തെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗതാഗതക്കുരുക്കുകൾ പരിഹരിക്കൽ, നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തടസ്സങ്ങൾ നീക്കുവാനും ക്രമീകരണങ്ങൾ, വൈദ്യുതി വിതരണ ക്രമീകരണങ്ങൾ എന്നിങ്ങനെയുള്ള അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീരുമാനിച്ചു. പൊതുമരാമത്ത് വകുപ്പ്, KSEB, വാട്ടർ അതോറിറ്റി, പോലീസ്, കോതമംഗലം നഗരസഭ, വിവിധ പഞ്ചായത്ത് സെക്രട്ടറിമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഫയർഫോഴ്സ്, റവന്യൂ, ആരോഗ്യവകുപ്പ്, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, ഗതാഗത വകുപ്പ് എന്നീ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് കോതമംഗലം നിയോജകമണ്ഡലം MLA ആന്റണി ജോൺ ചെയർമാനായും കോതമംഗലം തഹസീൽദാർ അനിൽകുമാർ ജനറൽ കൺവീനറായും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കൺവീനർമാരായും കമ്മിറ്റികൾ രൂപീകരിച്ചു. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ചും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ പുതിയതായ എന്തെങ്കിലും അല്ലെങ്കിൽ കൂടുതലായ എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുൾപ്പെടെ നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് ക്രമീകരിക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ സംഘടിപ്പിച്ച ഇവിടെ വിവിധ മേഖലകളിൽ നിന്നും കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഛായാചിത്ര പ്രയാണമടക്കമുള്ള വ്യത്യസ്തമായ എല്ലാ മേഖലയിലേക്കും പെരുന്നാളിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിരുന്നു. അത് ഈ തവണയും അങ്ങനെ തുടരുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല നിലയിൽ തന്നെ ഓരോ പോലീസ്, റവന്യൂ അടക്കമുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് കോതമംഗലം നഗരസഭാ പരിധിയിലാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം സെപ്റ്റംബർ 25 മുതൽ ആരംഭിക്കാനും തീരുമാനിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ആവശ്യത്തിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കുവാനും തീരുമാനമായി. സെപ്റ്റംബർ 25 കോതമംഗലം പെരുന്നാളിന് കൊടികയറും. ഒക്ടോബർ 4 വരെ കോതമംഗലം തീർത്ഥാടനവും പരിശുദ്ധ ബാവയുടെ 339ാമത് ഓർമ്മ പെരുന്നാളും വിപുലമായി ആഘോഷിക്കുകയാണ്. യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. മാർത്തോമ ചെറിയ പള്ളി വികാരി പെരുന്നാൾ ക്രമീകരണങ്ങൾ വിശദീകരിച്ചു. കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി, കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്, കൗൺസിലർമാരായ KA നൌഷാദ്, KV തോമസ്, ഷിബു കുര്യാക്കോസ്, റിൻസ് വർഗീസ്, മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റിമാരായ ബേബി തോമസ് ആഞ്ഞിലിവേലിൽ, സലിം ചെറിയാൻ മാലിയിൽ, ബിനോയ് തോമസ് മണ്ണഞ്ചേരിയിൽ, ബേബി പാറയ്ക്കര, എബി വർഗീസ് ചേലാട്ട് എന്നിവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ.